ന്യൂസ് ഡെസ്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അവരുടെ കമ്പനി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ IT വിഭാഗത്തിന്റെ സമ്മർദ്ദം എന്ന വാദം തള്ളിക്കളയുന്ന സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. വ്യക്തിപരമായ കടം ഉണ്ടായിരുന്നില്ല എന്നും നിക്ഷേപകർ ആരും നിക്ഷേപം പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടില്ല എന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. റോയിയുടെ സഹോദരന്റെ വാദത്തെ കൂടി തള്ളുന്നതായിരുന്നു കമ്പനിയുടെ നിലപാട്. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്, ഈ സഹോദരനല്ല കൂടെയുള്ളത്. ഇവിടെ കമ്പനിയിൽ 2 ചെയർമാനും മാനേജിങ് ഡയറക്ടറും ഉണ്ട്, അതുപോലെ ഇവർ ഡയറക്ടേഴ്സ് ഉണ്ട്, അവിടെയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം അന്ന് മീഡിയയിൽ അങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പം തന്നെ വാൺ ചെയ്തു അദ്ദേഹത്തോട്. വാൺ ചെയ്യുന്ന സെൻസ് ഞാൻ അഡ്വൈസ് ചെയ്യും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത്, അത് ശരിയല്ല. ഒരു വ്യക്തിനെ കുറിച്ച് മറ്റൊരു കുറിച്ച് പറയുന്നത് ശരിയല്ല. നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവര് ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറാസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറാസ്റ്റ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല റോയ് സാറും ഞാൻ. ചെയർമാൻ മരിച്ചു, അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതൊരു പെട്ടെന്നുള്ള പ്രതികരണമാണ്, മനസ്സിലായില്ലേ? പലരും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ. നമ്മൾക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സും ഇല്ല, ഒരു കാര്യമില്ല. അവർ തമ്മിലുള്ള ബന്ധം കാസ്നോവ എന്ന മൂവിയിലൂടെയുള്ള ഒരു ബന്ധമാണ്. ആന്റണി പെരുമ്പാവൂർ അതൊരു ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ. അത്ര ബോണ്ടിങ് ആണ് അവരുമായിട്ട്. അതുപോലെ ഈ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഓരോ പിക്ചർ വരുമ്പോഴും സിനിമ റിലീസ് ചെയ്യുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർഡ് ഇടുന്നുണ്ട്, അല്ല ഡോക്ടർ റോയ് CJ അത് അങ്ങനെയുള്ള. ഇതെല്ലാം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഇവരാരും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുമില്ല, നമ്മളെ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യില്ല. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൂടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് വ്യക്തമാക്കിയതെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ 1-2 വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത് എന്തൊക്കെ എന്നതാണ് അത് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതായത് അവർ പറഞ്ഞു വെക്കുന്നത് പ്രധാനമായും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഈ കമ്പനിക്ക് ഇല്ല എന്നതാണ്. മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ള സിനിമാ താരങ്ങൾക്ക് നിക്ഷേപമില്ല എന്ന് പറയുന്നു. IT പരിശോധന നിയമാനുസൃതമാണ് എന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നു. ഒപ്പം സഹോദരന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം അത് തെറ്റായിപ്പോയി എന്ന തരത്തിൽ, അത് വസ്തുതാവിരുദ്ധമാണ് എന്ന തരത്തിലും കൂടിയുള്ള ഒരു വാർത്താ സമ്മേളനത്തിലെ പ്രതികരണമാണ് നമ്മൾ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്ന് കേട്ടത്. ഇനി നമുക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ, അതാണ് നമ്മൾ അടുത്തതായി ഉന്നയിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ചില സംശയങ്ങളുണ്ടല്ലോ. സഹോദരൻ പറഞ്ഞത് കള്ളം എന്നതായിരുന്നു വാർത്താ സമ്മേളനത്തിലെ ഗ്രൂപ്പിന്റെ അറിയിപ്പ്. അപ്പോൾ ട്രബിൾ മെസ്സേജ് എന്ന രീതിയിൽ, ട്രബിൾഡ് എന്ന തരത്തിലൊരു മെസ്സേജ് സഹോദരന് ഈ റോയ് അയച്ചു എന്ന് പറഞ്ഞത് അതേ സഹോദരൻ തന്നെയാണ്. അങ്ങനെ ഒരു മെസ്സേജ് ലഭിച്ചിരുന്നില്ലേ എന്നുള്ളതാണ്. ഇത് IT പരിശോധന അത് നിയമാനുസൃതമാണ്, നേരത്തെയും പരിശോധന നടത്താറുണ്ട്, അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ ഇതേ കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെയാണ് നേരത്തെ ED പരിശോധനയ്ക്കെതിരെ കോടതിയെ സമീപിച്ചത്. അതെന്തിനായിരുന്നു എന്ന ചോദ്യം വരുന്നു. ഒപ്പം ഈ IT പരിശോധന നടക്കുന്ന സമയത്താണല്ലോ അദ്ദേഹം വെടിയുതിർത്ത് മരിക്കുന്നത്. അപ്പോൾ IT പരിശോധനയിൽ ഒരു പ്രശ്നവുമില്ല എങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സമയം തെരഞ്ഞെടുത്തത്? ഒപ്പം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതനുസരിച്ച് ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത കമ്പനി, ഏതെങ്കിലും നിക്ഷേപകർ നിക്ഷേപം തിരിച്ചു ചോദിക്കാത്ത പശ്ചാത്തലം, അടുത്ത പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നു, സാമ്പത്തിക വശം അവിടെ സുരക്ഷിതമാണ്. അതേസമയം പരിശോധനകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുമില്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. നവമി, ഈ വാർത്താ സമ്മേളനം കഴിയുമ്പോഴും എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ബാക്കിയാവുകയാണല്ലോ. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വർദ്ധിക്കുകയാണല്ലോ. അഭിലാഷി, SITയുടെ അന്വേഷണം അത് 3 സാധ്യതകളിലേക്കായിരുന്നു തുടക്കം മുതൽ തന്നെ അവർ വിരൽ ചൂണ്ടിയിരുന്നത്. ഒന്ന്, ഈ IT ഉദ്യോഗസ്ഥരുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം. 2, CJ റോയ്ക്ക് കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ. 3, ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വിദേശത്തടക്കമുള്ള ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തുടർന്ന് കേരളത്തിലടക്കം നിക്ഷേപം നടത്തിയ പലരും ആ പണം
പിൻവലിച്ച് പോയി. ഇതെല്ലാം തന്നെ ഇതാണോ ഇനി റോയിയെ മാനസികമായി തളർത്തുവാനും അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതും? അങ്ങനെ 3 രീതിയിലായിരുന്നു SITയുടെ അന്വേഷണം നടന്നത്. പക്ഷേ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് MD പറയുന്നതനുസരിച്ച് ഈ 3 പ്രശ്നങ്ങളും CJ റോയിയെ അലട്ടിയിരുന്നില്ല. ITയുടെ ഒരു സമ്മർദ്ദം ഉണ്ടായില്ല. കുടുംബമായി വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. സാമ്പത്തികമായി തന്നെ കമ്പനി വലിയ ലാഭത്തിലാണ്. ഒരു കടം പോലുമില്ല. ആ തരത്തിൽ ഒരു പ്രശ്നവും CJ റോയിക്ക് ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് CJ റോയി ആത്മഹത്യ ചെയ്തത്? പെട്ടെന്ന് ഇത്രയും നമ്മൾ അതിലേക്ക് വരുന്നു. അതായത് ഇതാണ് കമ്പനി പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ മരണത്തിന് തൊട്ടു പിന്നാലെ സഹോദരന്റെ പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണവുമായി ഇത് ഒത്തുപോകുന്നുണ്ടോ എന്നതാണല്ലോ പ്രധാനപ്പെട്ടത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞു. യെസ്, എന്തായാലും ഇതാണ് സഹോദരന്റെ പ്രതികരണം. അവിടെ നവമി ശ്രദ്ധിക്കൂ. നമുക്കറിയാം സഹോദരൻ പറയുന്നിടത്ത് വിളിച്ചിരുന്നു, രാവിലെ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ സഹോദരനല്ല കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് കമ്പനി പറഞ്ഞു വെക്കുന്നു. ഇതോടൊപ്പം തന്നെ റോയിയുടെ അവസാന അഭിമുഖം, അതൊരു പോഡ്കാസ്റ്റായി പുറത്തു വന്നത് നമുക്കറിയാം. ആ അഭിമുഖം ഉടൻ സംപ്രേഷണം ചെയ്യരുത് എന്ന് അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകനായ അരുൺകുമാറിനോട് ആവശ്യപ്പെട്ടു എന്ന് മരണശേഷം അരുൺകുമാർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിരുന്നു എന്നല്ല നമുക്ക് വായിച്ചെടുക്കേണ്ടത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ IT റെയ്ഡ് നടന്നത് നിയമാനുസൃതമല്ല എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, പല കമ്പനികൾ എന്ന നിലയിലാണല്ലോ ഇപ്പോൾ കേരളത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചായിരിക്കുമല്ലോ ഈ വാർത്താ സമ്മേളനം നടത്തുന്ന മേധാവികൾക്ക് കൂടുതൽ അറിവുള്ളത്. ബാംഗ്ലൂരും വിദേശത്തുമൊക്കെ ഇതേ കമ്പനികളുടെ പ്രവർത്തനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എത്രത്തോളം ബോധ്യമുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ വൈരുദ്ധ്യം നിലനിൽക്കുകയാണല്ലോ ഈ പ്രതികരണങ്ങളിൽ. അതിലും കൂടുതൽ വ്യക്തത വരേണ്ടതില്ലേ? അഭിലാഷ്, ഇപ്പോൾ ഈ ചെയർമാൻ മരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ നിക്ഷേപകർക്ക് വലിയ ആശങ്കയുണ്ടാകും. കോൺഫിഡന്റ് ഗ്രൂപ്പ് അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നത്തിലേക്ക് കടന്നോ, അത് തകരാൻ പോകുകയാണോ, അങ്ങനെ നിരവധി ആശങ്കകൾ നിക്ഷേപകർക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അത് അങ്ങനെയൊന്നും വേണ്ട എന്ന തരത്തിലുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു ഇന്നലെ നടന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായും ഇനി എങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അതിനെ പുറത്തു പറയുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാനോ കമ്പനി തയ്യാറാകില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു നടപടിയായിരിക്കും. അതോടൊപ്പം തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻകം ടാക്സിനെ വെള്ളപൂശുന്ന തരത്തിലൊരു പത്രസമ്മേളനമായിരുന്നു ഇന്നലെ അദ്ദേഹം നടത്തിയത്. കമ്പനിക്ക് അങ്ങനെ മതിയാകൂ. കാരണം നിരവധി നിക്ഷേപങ്ങളുണ്ട്, വലിയ സാമ്പത്തിക കാര്യങ്ങളാണ് ആ കമ്പനി കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാക്കണ്ട എന്നൊരു കാര്യം കൊണ്ട് തന്നെയായിരിക്കും MD അങ്ങനെ ഒരു നിലപാടെടുത്തതും സഹോദരനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള പ്രതികരണം ഇന്നലെ നടത്തിയതും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും കമ്പനിയുടെ ബിസിനസ് ഇനി ശ്രദ്ധിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിന്റെ സമ്മർദ്ദം ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിച്ചതും ആ ഒരു ഘടകം തന്നെയായിരിക്കും. ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഈ SITയുടെ സംഘം ഇവിടെ ഉണ്ടാകും, SITയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ പറയരുതെന്ന് നിർദ്ദേശമുണ്ട്. നിരവധി തവണ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അന്വേഷണം തൃപ്തികരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ആശങ്കയൊന്നുമില്ല. കുടുംബത്തിനും അങ്ങനെ തന്നെയാണ് എന്ന് MD ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം, പിന്നെ എന്തിനാണ് CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നത് തന്നെയാണ്. ആത്മഹത്യക്ക് മുമ്പ് വലിയൊരു ഡോക്യുമെന്റ് അദ്ദേഹം തയ്യാറാക്കി ഇതിന്റെ പിന്തുടർച്ചാവകാശം ആർക്ക് എന്നത് സംബന്ധിച്ച്. അതൊരു പക്ഷേ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്
തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തകർന്നു പോകരുത് എന്നതുകൊണ്ട് കൃത്യമായ ഒരു സ്ട്രക്ചറിൽ ചെയ്തു വെച്ചതാകാം. എങ്കിൽ പോലും അവിടെ ഇങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഈ പറയുന്നത് പോലെ കൃത്യമായി IT റെയ്ഡിൻ്റെ സമയത്ത് തന്നെ ഇങ്ങനെ ജീവൻ അവസാനിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതുണ്ട്. മറ്റൊന്ന് സ്ഥിരീകരിക്കാത്തതെങ്കിലും ഇദ്ദേഹം മാനസികമായി സമ്മർദ്ദം നേരിട്ടു എന്ന തരത്തിൽ ഉള്ള റിപ്പോർട്ടുകളുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് സഹോദരനാണ്. പക്ഷേ സഹോദരനല്ല കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് കമ്പനി പറയുന്നു. അപ്പോൾ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തോ കാരണം അതിന് പിന്നിൽ ഉണ്ടാകാം എന്ന സംശയത്തിൽ തന്നെ അന്വേഷണ സംഘം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു അല്ലേ? അഭിലാഷ്, ഈ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള ഒരു ഡയറി കുറിപ്പ് CJ റോയിയുടെ ബംഗളൂരുവിലുള്ള ഓഫീസിൽ നിന്നും കണ്ടെത്തി. അത് കുടുംബത്തിന് കൈമാറി. അത് SIT പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്നത് ഒന്ന് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ കമ്പനി എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നിക്ഷേപകരെ വഞ്ചിക്കരുത്, സാമ്പത്തികമായി വിദേശത്തു നിന്നടക്കം ഇടപാടുകളിലൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെന്ന് റോയ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കുറിപ്പ് കിട്ടുമ്പോൾ പിന്നെ കമ്പനി ഈ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നതാണ് ഇപ്പോഴും ഇവിടെ ബാക്കിയാകുന്ന ചോദ്യം. CJ റോയിക്ക് വലിയ രീതിയിൽ ഈ സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അല്ലെങ്കിൽ CJ റോയിയെ അത്രയേറെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം കമ്പനിയുമായി ഉണ്ടായി. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്ന ദിവസം തന്നെ അദ്ദേഹം ആ പരിശോധനയ്ക്കിടയിൽ തന്നെ ആ ഓഫീസിൽ വെച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നത് തന്നെയാണ് സ്വാഭാവികമായും എല്ലാവരും ചോദിക്കുന്ന ചോദ്യവും. എന്തായാലും SIT ആ രീതിയിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം വരുന്നതും. അത് അവർ പറയുന്നതനുസരിച്ച് റോയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് അത്രയും വലിയൊരു ബിസിനസ്മാൻ, സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ വളരെ സന്തോഷത്തോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴും ചോദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം തന്നെയായിരിക്കും SIT ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ നൽകുക. ഇതാണ് ഇപ്പോഴത്തെ സംശയങ്ങൾ. ദുരൂഹത നീങ്ങുന്നില്ല എന്നതാണ്. അതിനർത്ഥം ചില കെട്ടുകഥകളൊക്കെ ഇപ്പോഴും തുടരാമെന്നുള്ളതല്ല. ഇന്നലെ ന്യൂസ് ടെൻസ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവരങ്ങൾ, അതിന് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ AI ജനറേറ്റഡ് വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് സൂചിപ്പിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പേര്, ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളുടെയും പേര് വരുമ്പോഴൊക്കെ അവരതിൽ പങ്കെടുത്തു എന്ന മട്ടിലുള്ള രചനകളാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത്. അതൊക്കെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാകാതെയാണ് പലരും നടത്തുന്നത്. ആ പേരുകളൊക്കെ അതിൽ വന്നു. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പേര് വരുന്നു. അതോടൊപ്പം തന്നെ ആ വേദിയിൽ അടക്കം മനുഷ്യമാംസമൊക്കെയാണ് വിളമ്പിയത് എന്ന പറഞ്ഞുവെക്കലുണ്ടാകുന്നു. പക്ഷേ ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതിനൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടില്ല. സമാനമാകുന്ന തരത്തിൽ തന്നെ CJ റോയിയുടെ മരണത്തിന് ശേഷം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മസാലകൾ ചേർത്തുള്ള നിരവധിയായ കഥകൾ രചിക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം എന്ന് ഈ കമ്പനി ആവശ്യപ്പെട്ടത് മാന്യമായ ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് മരണത്തിന് ശേഷവും നമ്മൾ ഒരു മൃതദേഹത്തോട് പോലും ആദരവ് പുലർത്തുന്ന നിയമ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ചോദിക്കാൻ അയാൾ ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് എന്ത് കെട്ടുകഥകളും അതിനർത്ഥമായി മെനയരുത്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ ഈ ആളുകളും പ്രേക്ഷകരും വായനക്കാരും ഒക്കെ കൂടും ഇത്തരം മസാല കഥകൾക്ക് എന്നതുകൊണ്ട് പല കഥകളും, പ്രത്യേകിച്ച് CJ റോയിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇന്നലകളുമായി ബന്ധപ്പെട്ട് നിരവധിയായ കഥകൾ ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരറിവും ഇല്ലാതെ, ഒരു ഇൻപുട്ടും ഇല്ലാതെ ഏതോ ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കഥ പോലെ പലരും കെട്ടിച്ചമയ്ക്കുന്നത്. ദയവായി അത് അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് ന്യൂസ് 18 പറയാനുള്ളത്. അതേസമയം എന്തിനാണ് CJ റോയ് ആത്മഹത്യ ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അത് അന്വേഷണ സംഘം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.